ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളെ, ഇന്ന് 50 നോമ്പിൻ്റെ 3-ാമത്തെ ദിവസം. ഇന്നത്തെ ഏവങ്കേലിയോൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 19 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ കർത്താവ് പറയുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന്, യഥാർത്ഥ നിക്ഷേപത്തെക്കുറിച്ചാണ്. 2, ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു എന്നാണ്. 3, 2 യജമാനന്മാരെ ഒരുമിച്ച് നിങ്ങൾക്ക് സേവിക്കുവാൻ കഴിയുകയില്ല. ഈ 3 കാര്യങ്ങളാണ് ഇന്ന് കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ആദ്യമായി നമുക്ക് ചിന്തിക്കാം, നമ്മുടെ നിക്ഷേപം സ്വർഗത്തിലായിരിക്കണം. സ്വർഗത്തിലാണ് നമ്മുടെ നിക്ഷേപമെങ്കിൽ ആ സ്വർഗത്തിലേക്ക് നാം ദൃഷ്ടി ഉയർത്തിയിരിക്കും. കർത്താവ് പറഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുകയും. ദൈവരാജ്യം കൊണ്ടാണ് കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത്. ആ ദൈവരാജ്യത്തെക്കുറിച്ചൊരു ചിന്ത നമ്മുടെ മനസ്സിൽ നിറയുകയും അതിനുവേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്ന ജീവിതമാണ് ഒരു വിശ്വാസിക്കുള്ളത്. അതുകൊണ്ടാണ് നാം വിശ്വാസ പ്രമാണത്തിൽ പ്രകാരം ഏറ്റുപറയുന്നത്, മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു എന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ നിക്ഷേപം സ്വർഗത്തിലാണ്, മറന്നുപോകരുത്. 2, നമ്മുടെ ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു ഉള്ളതാണ്. കണ്ണ് ചുവന്നുള്ളതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശപൂരിതമായിരിക്കും. പാപം പ്രവേശിക്കുന്നത് കണ്ണിലൂടെയാണ്. ആദാം കാണാൻ ഭംഗിയുള്ളതെന്ന് ആ ഫലത്തെ കണ്ടത് മൂലമാണ്, കണ്ണിലൂടെയാണ് പാപം ആദാമിലേക്ക് പ്രവേശിച്ചത്. പ്രിയമുള്ളവരെ, നമ്മുടെ കണ്ണ് ചൊവ്വുള്ളതാണെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശപൂരിതമായിരിക്കും. നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നതെങ്കിൽ ആ കണ്ണ് ചൂഴ്ന്നെറിയുവാൻ കർത്താവ് പറയുന്നത്, നമ്മുടെ നേത്രം, നമ്മുടെ കാഴ്ചപ്പാട് എപ്പോഴും പരിശുദ്ധമായിരിക്കണം എന്നുള്ളതാണ്. 3, 2 യജമാനന്മാരെ നിങ്ങൾക്ക് ഒരുമിച്ച് സേവിക്കുവാൻ കഴിയുകയില്ല. ഒന്നുകിൽ ദ്രവ്യം അല്ലെങ്കിൽ ദൈവം. ദൈവത്തെയും ദ്രവ്യത്തെയും ഒരേപോലെ സ്നേഹിക്കുവാൻ കഴിയുകയില്ല എന്ന് കർത്താവ് നമ്മളോട് പറയുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തെ സ്നേഹിക്കുന്നവൻ ദൈവത്തിന് വേണ്ടി സകലതും സമർപ്പിക്കും. നമ്മുടെ ധനം അത് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി സമർപ്പിക്കേണ്ടതാണ്. എൻ്റെ ഇഷ്ടത്തിനല്ല ഞാൻ എൻ്റെ ധനം വിനിയോഗിക്കേണ്ടത്. ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിക്കുകയും ആ ഇഷ്ടം അന്വേഷിച്ച് അതിൽ സമർപ്പിക്കുകയും വേണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ധനവാൻ ദൈവരാജ്യത്തിൽ പോകുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കൊടയുടെ പോകുന്നതാണ് എളുപ്പം. പ്രിയമുള്ളവരെ, ധനം നമ്മളെ ദൈവത്തിലേക്ക് ആദായപ്പെടുത്തുന്നതായിരിക്കണം. അനീതിയുള്ള മാമോനെ കണ്ട് നിങ്ങൾ സുഹൃത്തുക്കളെ ഉണ്ടാക്കിയുള്ളൂ എന്ന് കർത്താവ് പറയുന്നത് അതുകൊണ്ടാണ്. ദ്രവ്യം കൊണ്ട് നമുക്ക് സ്വർഗരാജ്യത്തിലേക്കുള്ള സുഹൃത്തുക്കളെ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നിക്ഷേപം സ്വർഗത്തിലായിരിക്കണം. നമ്മുടെ കണ്ണ് ചൊവ്വുള്ളതായിരിക്കണം. ദൈവത്തെ ഏറ്റവും അധികമായി സ്നേഹിക്കണം. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഈ നോമ്പിൽ നിന്നെ ഏറ്റവും അധികം സ്നേഹിക്കുവാനും കർത്താവ് നിനക്ക് വേണ്ടി ജീവിക്കുവാനും നിന്നിലേക്ക് പരിശുദ്ധമായി നോക്കുവാനും അതുപോലെ നീ തരുന്ന നിക്ഷേപം, സ്വർഗത്തിൻ്റെ നിക്ഷേപം, അതിനുവേണ്ടി കാത്തിരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ ഞങ്ങളെ നാളും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.